റസൂലുള്ളയാണ് നിന്നെ തിരിച്ചു വിളിക്കുന്നത്, മുത്തുനബിയാണ് നിന്നെ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ നിന്നോ, എന്നിട്ട് ചോദിച്ചു റസൂലുള്ള തിരിച്ചു വിളിച്ചോ? അപ്പൊ റസൂലുള്ള എന്ന ഒരു കാര്യത്തിൽ ഏൽപ്പിച്ചതാണല്ലോ. മുത്തുനബി തിരിച്ചു വിളിക്കുന്നു, മോനെ ഉടൻ വരണം. തിരിച്ചു ചെന്നു അല്ലാഹുവിന്റെ റസൂലേ, എന്തേ അങ്ങ് തിരിച്ചു വിളിച്ചത്? അപ്പൊ പറഞ്ഞു, തൽഹ, എന്താ നീ മനസ്സിലാക്കിയത്? ഞാൻ കുടുംബബന്ധം മുറിക്കുന്നവനാണെന്നാണോ നീ കരുതിയത്? ഞാൻ ഖാതിഉർ റഹിം, കുടുംബബന്ധം തകർക്കുന്നവനാണെന്നാണോ നീ കരുതിയത്? നിന്റെ സ്വന്തം പിതാവിനെ നിന്നെ തന്നെ കൊല്ലാൻ ഏൽപ്പിക്കുന്ന അത്ര വലിയ ക്രൂരനാണ് ഞാനെന്ന് കരുതിയോ? തൽഹ റളിയല്ലാഹു തആല പറഞ്ഞു, മുത്തുനബിയേ, അതൊന്നും ഞാൻ ആലോചിച്ചില്ല. എനിക്ക് ഇഷ്ടം അങ്ങയുടെ ഇഷ്ടമാണ്, അങ്ങയുടെ ആഗ്രഹമാണ്. അങ്ങ് പറഞ്ഞപ്പോ ഞാനത് ഏറ്റെടുത്തു. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പോയത് എന്റെ പിതാവിന്റെ തല കൊയ്തു കൊണ്ടുവരാനാ. എന്റെ പിതാവിന്റെ തല കൊയ്തു കൊണ്ടുവന്നാൽ പിന്നെ അങ്ങനോട് കൽപ്പിക്കുകയാണ്, ഇനി നിന്റെ ഉമ്മയുടെ തല കൊണ്ടുവരണം. അതും ഞാൻ വെട്ടിക്കൊണ്ടുവരും നബിയേ. എന്റെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ എനിക്ക് ഏറ്റവും വലുത് അങ്ങാണ് ഹബീബേ. സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൽഹ ഇബ്നു ബറാ രോഗിയായി മദീനത്തെ ഖുബായിലായിരുന്നു താമസിച്ചിരുന്നത്. ഖുബായിലായിരുന്നു വീട്. മഹാനായ തൽഹ റളിയല്ലാഹു തആല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാനവർക്ക് രോഗം ബാധിച്ചു. മുത്തുനബി അറിഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട തൽഹ രോഗിയാണ്, രോഗത്തിന് കിടപ്പിലാണ്. അല്ലാഹുവിന്റെ റസൂല് പലപ്പോഴും കാണാൻ ചെന്നു. ഒരു ദിവസം കാണാൻ ചെന്നപ്പോ രോഗം കലശലായി, വളരെ രോഗം മൂർച്ഛിച്ചു പോയിട്ടുണ്ട്. മുത്തുനബി ചെന്നപ്പോൾ ബോധമില്ലാതെ കിടപ്പിലാണ്. രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് ബോധമില്ലാതെ കിടപ്പിലാണ്. അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന തൽഹയുടെ മുടിയിഴകളിലൂടെ തലോടി അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു. മുത്തുനബി തിരിച്ചു വന്നു. റസൂലുള്ളാഹിന്റെ സംസാരത്തിൽ തന്നെ കുടുംബത്തിന് ആശങ്കയുണ്ട്. കാരണം ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായി, തൽഹ പ്രിയപ്പെട്ട പൊന്നുമോൻ ഈ ലോകത്തോട് യാത്ര പറയാൻ പോവുകയാണ്. അതിനിടക്ക് ആ മഹാനായ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവും പിതാവും ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു. ഉമ്മയും ഉപ്പയും സ്വഹാബിമാരായി തീർന്നിരുന്നു. കുടുംബം മുഴുവനും ദീനുൽ ഇസ്ലാം സ്വീകരിച്ചവരായി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് മടങ്ങി. മഹാനായ തൽഹ റളിയല്ലാഹു തആല അൻഹു അന്ന് വൈകുന്നേരമായപ്പോ ബോധത്തിൽ നിന്നുണർന്നു ഉടനെ ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലിന്റെ വിവരം എന്താണ്? മുത്തുനബിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ, എന്റെ രോഗത്തിന്റെ കാര്യം എന്താണെന്നല്ല, ഈ രോഗം മാറുകയില്ലേ എന്നല്ല, അല്ലെങ്കിൽ ഉമ്മയുടെ ഉപ്പയുടെ വിശേഷമല്ല. ബോധത്തിൽ നിന്ന് ഉണർന്ന ഉടനെ അറിയേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന് വിഷമമൊന്നുമില്ലല്ലോ, മുത്തുനബിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. അത് പറഞ്ഞു, മോനെ, അല്ലാഹുവിന്റെ റസൂല് വന്നിരുന്നു, രാവിലെ വന്നിരുന്നു മോനെ നിന്നെ കാണാൻ. റസൂലുള്ള നിന്റെ ഈ തലയിലൂടെ തലോടി നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് മോനെ. അല്ലാഹുവിന്റെ റസൂൽ ഈ വീട്ടിൽ വന്നിരുന്നു മോനെ. മഹാനായ തൽഹ റളിയല്ലാഹു തആല സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ്, മുത്തുനബി വന്നല്ലോ, മുത്തുനബി എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞ വാക്ക് ഉമ്മയോട് ഉപ്പയോട് പറഞ്ഞു, ഉമ്മ ഉപ്പ, ഫഇദാ അന മിത്തു ഹാദിഹിൽ ലൈല, ഉമ്മ ഉപ്പ, ഇന്നത്തെ രാത്രി എങ്ങാനും ഞാൻ മരിച്ചാൽ, ഈ രാത്രിയിൽ ഞാൻ മരണപ്പെട്ടാൽ, ഇന്നത്തെ ഈ രാത്രി ഞാൻ മരണപ്പെട്ടാൽ, നേരത്തെ അറിഞ്ഞതുപോലെ മരിച്ചാൽ ഉടൻ തന്നെ പെട്ടെന്ന് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യണേ. മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം. പെട്ടെന്ന് ഫദ്ഫനൂനി, താമസിപ്പിക്കാതെ എന്നെ പെട്ടെന്ന് ഖബറടക്കം ചെയ്യണം. വലാ തദഊ റസൂലല്ലാഹ് ഫീ ഹാദിഹി സഅ, ഈ രാത്രി സമയത്ത് മുത്തുനബിയെ നിങ്ങൾ വിളിച്ചു വരുത്തരുത്, റസൂലുള്ളാഹിനെ വിളിച്ചു വരുത്തരുത്. സാധാരണ ഏത് സ്വഹാബിമാരും വസിയത്ത് ചെയ്യാറുള്ളത്, മരിച്ചാൽ ആദ്യം റസൂലുള്ളാഹിനെ അറിയിക്കണം, മുത്തുനബിയെ നിങ്ങൾ കൊണ്ടുവരണം, റസൂലുള്ളാഹിനെ ഇമാമത്ത് നിർത്തിയിട്ട് മയ്യത്ത് നിസ്കാരം നടക്കണം, റസൂലുള്ളാഹിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, റസൂലുള്ളാഹി എന്റെ മയ്യത്ത് വന്ന് കാണണം. അത് ആഗ്രഹിക്കുന്നവരാ സ്വഹാബിമാര്. പക്ഷേ മഹാനായ തൽഹ പറഞ്ഞു, റസൂലുള്ളാഹിനെ നിങ്ങൾ വിളിക്കരുത്, റസൂലുള്ളാഹിനെ നിങ്ങൾ വിളിക്കരുത്.
റസൂലുള്ളാഹിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുതേ. അതിന് കാരണം പറഞ്ഞു. കാരണം ഞാൻ പേടിക്കുന്നത് മദീനത്ത് നിന്ന് ഖുബായിലേക്ക് രാത്രി എങ്ങാനും മുത്തുനബി പുറപ്പെട്ടാൽ വഴി അത്ര നല്ല വഴിയല്ല, പരുക്കൻ വഴികളാണ്, ഇടജന്തുക്കൾ, വിഷജീവികൾ, പാമ്പുകളും തേളുകളുമുള്ള വഴിയാണ്. ഏതെങ്കിലും വിഷജന്തുക്കൾ മുത്തുനബിക്ക് ആപത്തുണ്ടാക്കിയാലോ, റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാലോ, അത് മാത്രമല്ല പാത്തും പതുങ്ങിയും മുത്തുനബിയെ തകർക്കാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾ, ജൂതന്മാര്, യഹൂദികളുണ്ട്. വഇന്നീ അഖാഫു അലൈഹിൽ യഹൂദ്. ആ ജൂതത്തമ്മാടികൾ, ജൂതന്മാര് മുത്തുനബിയെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയാണ്. എന്റെ മയ്യത്ത് കാണാൻ വന്നതിന്റെ പേരിൽ, എന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ വന്നതിന്റെ പേരിൽ റസൂലുള്ളാഹിന്റെ കാലിൽ ഒരു മുള്ളോ കല്ലോ തറക്കുന്നത് പോലും എനിക്ക് പൊരുത്തമുള്ള കാര്യമല്ല. അതുകൊണ്ട് മുത്തുനബിയെ നിങ്ങൾ ഈ രാത്രി പ്രയാസപ്പെടുത്തരുത്. മറിച്ച് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് നേരം പുലർന്നാൽ നിങ്ങൾ നേരം പുലർന്ന് മുത്തുനബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം, സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. പിന്നെയോ എനിക്ക് വേണ്ടി ദുആ ചെയ്യാനും എനിക്ക് വേണ്ടി പൊറുക്കൽ തേടാനും മുത്തുനബിയോട് പറയണം, എന്റെ വസിയത്ത് ഏൽപ്പിക്കണം. അത് മതി. റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തരുതേ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തന്നെ സംഭവിച്ചു. ആ രാത്രി മരണപ്പെട്ടു. വസിയത്ത് പോലെ കാര്യങ്ങൾ ചെയ്തു. മുത്തുനബിയോട് ചെന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട തൊല വഫാത്തായി പോയി. അല്ലാഹുവിന്റെ റസൂലിനെ രാത്രി വിളിച്ചു കൊണ്ടുപോകാത്ത കാരണം അറിയിച്ചു. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു, റബ്ബേ اللهم ألق طلحة تضحك إليه ويضحك إليك يا رب العالمين. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട തൊൽഹയെ നീ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ലിഖാ, നിന്റെ കാഴ്ച വളരെ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് എന്റെ തൊൽഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ആ തൊൽഹയെ ചിരിപ്പിച്ചുകൊണ്ട്, ആ തൊൽഹ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നിന്റെ ലിഖാ അനുഭവിക്കുകയും വേണം റബ്ബേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം ജീവനേക്കാൾ മുത്തുനബിയെ സ്നേഹിച്ചവർ, സ്വന്തം താല്പര്യം